അല്ല, അതൊക്കെ ഞങ്ങൾ ആലോചിച്ചിട്ട് മാത്രമേ അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ വരട്ടെ. ഇതിപ്പോൾ സമയം കിടക്കുകയല്ലേ. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. എന്തായാലും UDF സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് നിന്നുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അത് യോജിച്ച് നിന്നുകൊണ്ടും ഞങ്ങളുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്ന ആളുകളുമായി തീർച്ചയായിട്ടും ഞങ്ങൾ യോജിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഒരു UDF വിപുലീകരണമോ ഒരു മുന്നണി വലുതാക്കൽ ആ തരത്തിലേക്ക് ചർച്ചകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്? അല്ല, അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഉടൻ UDF കൂടിയിട്ട് തീരുമാനിക്കും. ആ തീരുമാനങ്ങൾ ഉണ്ടാവും, അത് സംശയമില്ല. അല്ല, അതൊക്കെ ഇങ്ങനെ വാർത്തകൾ പലതും വരും. ഞാൻ ഇന്നിപ്പോൾ മലപ്പുറത്തിനല്ലേ പോകുന്നത്. മലപ്പുറത്ത് ശ്രീ കുഞ്ഞാലിക്കുട്ടി അവിടെയുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഞങ്ങൾ അവിടെയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതൊക്കെ പത്രങ്ങൾ, മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരും. നിങ്ങളും ചിലപ്പോൾ ആ വാർത്തകൾ കണ്ടിട്ട് ചിലപ്പോൾ ഇത് ശരിയാണോ എന്ന് തെറ്റിദ്ധരിക്കും. അതൊക്കെ വെറുതെയാണ്. എന്തായാലും UDF സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ആശങ്കയും ഈ കാര്യത്തിൽ ഇല്ല എന്ന് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഈ വർക്കിംഗ് കമ്മിറ്റി യോഗങ്ങളിലടക്കം പിന്നെ കോൺഗ്രസ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, ഒരു സംവിധാനത്തോട് വലിയ അതൃപ്തിയുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്ത പുറത്തുന്നത്. അത് മലപ്പുറത്ത് ഒരു വർക്കിംഗ് കമ്മിറ്റി യോഗമായിരുന്നു. അത് അല്ല, അതായിക്കോട്ടെ. കുഞ്ഞാലിക്കുട്ടി അടക്കം സാദിഖലി തങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത ആളുകളുമാണ് അതിൽ. അല്ല, അതേക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എല്ലാ പാർട്ടിക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ ഒത്തുചേർന്നുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയും. ഒരുപക്ഷെ പല തരത്തിലുമുള്ള ആശങ്കകൾ ഉണ്ടാകും. അതൊക്കെ ആ ആശങ്കകൾ എല്ലാം ക്രോഡീകരിച്ചെടുത്തുകൊണ്ട് അതൊക്കെ ദൂരീകരിച്ചു പോവുക എന്നുള്ളതാണ് UDF സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുള്ള ആശയങ്ങൾ. NSS വിഷയം അഡ്രസ്സ് ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലൊരു പോരായ്മ സംഭവിച്ചു? അപ്പോൾ തങ്ങളടക്കം പറഞ്ഞിട്ടുള്ളത് മധ്യസ്ഥയുടെ റോളാണ് UDF ലീഗിനെ സംബന്ധിച്ചുള്ളത്. ആവശ്യമെങ്കിൽ NSSുമായി ചർച്ച നടത്താനും പ്രയാസമില്ല എന്നാണ്. അപ്പോൾ നേതാക്കന്മാർ തമ്മിൽ നടത്തുന്ന ഈ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ ഏതെങ്കിലും തരത്തിൽ NSSുമായി ഒരു ബന്ധം ഉലയാൻ കാര്യം ആയിട്ടുണ്ടോ? ഒരു കാരണവശാലും NSSുമായി ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. NSS അവരുടെ അഭിപ്രായങ്ങൾ സുകുമാരൻ നായർ സാറ് അദ്ദേഹം പറഞ്ഞു. അതുപോലെ SNDPയുടെ അഭിപ്രായം ബഹുമാനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അപ്പോൾ ഇത്തരം ആളുകളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കേൾക്കും. ഞങ്ങൾ കേട്ടുകൊണ്ട് അതിന് ഏതൊക്കെ തരത്തിൽ ഇവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് സമയമുണ്ട്. ആ സമയം ഞങ്ങൾ എടുത്തുകൊണ്ട് അതിൻ്റെയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ലീഗിന് കോൺഗ്രസുമായുള്ള അതൃപ്തി നേരത്തെയും വാർത്തകൾ വന്നതാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴൊക്കെ വന്നതാണ്. എന്തുകൊണ്ട് കോൺഗ്രസിന് ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യം കൂടി. ഞങ്ങൾക്ക് മലപ്പുറം, കോഴിക്കോട് പോലെയുള്ള സ്ഥലങ്ങളിലോ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ അതിൻ്റെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. ആ മുതിർന്ന നേതാക്കന്മാരുമായും മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്യും. അതുകൂടാതെ കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കും. അതിന് നിങ്ങളൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. എല്ലായിടത്തും നല്ല പങ്കാളിത്തമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. തെക്കൻ ജില്ല എന്ന് പറയുമ്പോൾ ഇന്നലെ ആലപ്പുഴ ഉണ്ടായിരുന്നു. ആലപ്പുഴയും അതുകൂടാതെ രാവിലെ ഞങ്ങൾ നടത്തിയത് എറണാകുളത്താണ്, ആലുവയിൽ വെച്ചായിരുന്നു. വലിയ പങ്കാളിത്തമാണ് ഞങ്ങൾക്ക് കാണാൻ. മറ്റൊരു കാര്യം കൂടെ, യുവജനങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഇപ്പോഴും വേക്കൻ്റായി തുടരുകയാണ്. ആ പുതിയ ആളെ കണ്ടെത്താൻ ഇതൊരു വിഷമം. അല്ല, ഞങ്ങൾക്കൊരു വിഷമമില്ല. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ ആളുകളെ അതിനെ ബന്ധപ്പെട്ട ചുമതലക്കാരെ ഏൽപ്പിക്കും. ആ കാര്യത്തിലൊരു സംശയം. മറ്റൊരു കാര്യം കൂടി, ഈ പാലക്കാട്ടൊരു കുട്ടിയുടെ ഈ കൈമുറിച്ച് മാറ്റിയ സംഭവം, അതിൽ വലിയ പ്രതിസന്ധിയാണ് ആ അമ്മയും കുഞ്ഞും അനുഭവിക്കുന്നത്. അവർക്ക് നീതി കിട്ടാതെ പോകുന്നൊരു വിഷയം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ ക്ലീൻ ചീറ്റ് അടക്കം നൽകുന്ന ഒരു പരിപാടി ഇന്ന് രാവിലെ ഉണ്ടായി. അല്ല, ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗത്തെ തകർച്ചയെക്കുറിച്ച് UDF ചർച്ച ചെയ്തതാണ്. UDF ചർച്ച ചെയ്യുക മാത്രമല്ല, ഞങ്ങളൊരു കോൺക്ലേവ് നടത്തി. ആ കോൺക്ലേവ് നടത്തിയതിലൂടെ പല അഭിപ്രായങ്ങളും തുറന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെയുള്ള ആളുകൾ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ പോലും പങ്കെടുത്ത ഒരു കോൺക്ലേവായിരുന്നു. ഈ ആരോഗ്യരംഗത്തെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റായി മാറിയിരിക്കുകയാണ് LDF ഗവൺമെൻറ്. ഇപ്പോൾ ഈ പാലക്കാട് നടന്ന സംഭവം
ആ കുട്ടി ഉറക്കം കഴിഞ്ഞ് പോയി അല്ലെങ്കിൽ എഴുന്നേറ്റ് എൻ്റെ കൈ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ, ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ആ ചികിത്സാ പിഴവ് എന്തെങ്കിലും നടന്നിട്ടുണ്ട് എങ്കിൽ ആ ചികിത്സാ പിഴവ് എന്താണ് എന്ന് കണ്ടെത്തി അതിന് പരിഹാരമാർഗം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൻ്റെ പിന്നിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്താനുള്ള നടപടിയിൽ സ്വീകരിക്കേണ്ടതിന് പകരം ഇന്ന് എല്ലാം ന്യായീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. ഓക്കെ, താങ്ക് യു.